നിലവിലിപ്പോൾ വ്യാപാരികൾക്ക് ചില പരാതികളൊക്കെ ഉണ്ട്. അത് ചർച്ച ചെയ്യേണ്ട ഒരു സമയമല്ല ഇത്. കാരണം ഇപ്പോൾ നമ്മുടെ മുന്നിലുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അപകടങ്ങളൊന്നുമില്ലാതെ തീ പൂർണ്ണമായും അണയ്ക്കാൻ കഴിയുക എന്നുള്ളതാണ്. സംവിധാനങ്ങൾ ഉണർന്ന് പ്രവർത്തിക്കാൻ വൈകി, അരമണിക്കൂർ കഴിഞ്ഞു ഫയർഫോഴ്സിന്റെ യൂണിറ്റുകൾ എത്തിയപ്പോൾ എന്നൊക്കെ നേരത്തെ ഒരു വ്യാപാരി പറയുന്നത് കേട്ടു. ഇപ്പോൾ തീ അണയ്ക്കാനുള്ള ശ്രമങ്ങൾ ഏതുവരെയായിട്ടുണ്ട്? 8 ഫയർഫോഴ്സ് യൂണിറ്റുകൾ ഇപ്പോൾ പ്രവർത്തന സജ്ജമായി നിൽക്കുന്നു എന്നതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുള്ളത്. നിലവിൽ ഇപ്പോൾ അവിടെ എന്തൊക്കെയാണ് കാണാൻ കഴിയുന്നത് ദീപക്? മറ്റ് പ്രധാനപ്പെട്ട പുതിയ വിവരങ്ങൾ എന്തൊക്കെ? ഗോപി, 15ലേറെ ഫയർ എഞ്ചിനുകൾ ഇതിനകം തന്നെ വെള്ളം ചീറ്റിക്കഴിഞ്ഞു. നമുക്ക് ദൃശ്യങ്ങളിൽ കാണാൻ സാധിക്കും. ഇതാ ഇപ്പോഴും ഈ ഗോഡൌണിന്റെ മുകളിലെത്ത നിലയിൽ ഇപ്പോഴും തീ ആളിക്കത്തുകയാണ്. അതായത് ഫയർ എഞ്ചിന്റെ ശ്രമകരമായ ദൗത്യം ഫലം കാണുന്നില്ല. കാരണം അത്രമേൽ വലിയ രീതിയിലാണ് തീ ആളിക്കത്തിക്കൊണ്ടിരിക്കുന്നത്. നമുക്ക് ഇതിനകം തന്നെ 15ലേറെ ഫയർ എഞ്ചിനുകൾ, നമ്മളിപ്പോൾ ഗോപി ഈ ദൃശ്യങ്ങളിൽ കാണുന്നത് ഇത് ഒഫീഷ്യൽ ബസ് സ്റ്റാൻഡിന്റെ അകത്തളമാണ്, അകത്തെ ഭാഗമാണ്. ഇതിനപ്പുറത്തേക്ക് മാവൂർ റോഡ് ഭാഗത്തും ഇതുപോലെ തന്നെ ഫയർ എഞ്ചിൻ വെള്ളം ചീറ്റിക്കൊണ്ടിരിക്കുകയാണ് ശക്തമായി. പക്ഷേ എന്നാൽ തീ നിയന്ത്രണ വിധേയമായില്ല. കാരണം ഇത് ഗോഡൌൺ ആണ്. നമ്മൾ നേരത്തെ കാലിക്കറ്റ് ടെക്സ്റ്റൈൽസിന്റെ ഉടമ മുകുന്ദനുമായി സംസാരിച്ചതാണ്. ഈ മേഖല, കത്തിക്കൊണ്ടിരിക്കുന്ന മേഖല ഗോഡൌൺ ആണ്. പ്രത്യേകിച്ചും സ്കൂൾ തുറക്കാൻ പോകുന്ന സീസണിൽ ഇവിടെ വലിയ രീതിയിൽ ഈ തുണിയുൽപ്പന്നങ്ങളും മറ്റ് ബാഗ്, പ്ലാസ്റ്റിക് ഐറ്റങ്ങളും ഉണ്ടാകും. സ്വാഭാവികമായും ഈ കാലിക്കറ്റ് ടെക്സ്റ്റൈൽസിന്റെ ഹോൾസെയിൽ ഡിവിഷൻ ഈ കോഴിക്കോടിന്റെ പെരിഫറൽ ഏരിയയിലേക്ക് സാധനങ്ങൾ സപ്ലൈ ചെയ്യുന്ന ഒരു കേന്ദ്രമാണ്. അതുകൊണ്ട് തന്നെ തീ ആളി പടരാനുള്ള സാധ്യത കൂടുതലാണ്. കാരണം അത്രമേൽ കൂടുതൽ ഗോഡൌണിൽ ലഗേജുകൾ ഉണ്ടാകും, തുണിത്തരങ്ങൾ ഉണ്ടാകും എന്നുള്ളത് ഉറപ്പാണ്. നമുക്ക് ഈ ഘട്ടത്തിൽ വ്യാപാരി വ്യവസായി ഏകോപന സമിതിയുടെ സുനിൽ നമ്മളോടൊപ്പം ചേരുകയാണ്. നേരത്തെ നമ്മൾ ഓണർ മുകുന്ദനുമായി സംസാരിച്ചതാണ്. അദ്ദേഹം പറഞ്ഞത് താൻ വീട്ടിൽ നിന്നും അറിയുകയായിരുന്നു എന്നുള്ളതാണ്. സുനിൽ, എപ്പോഴാണ് ഇത് അറിഞ്ഞത്? ഞാൻ അറിഞ്ഞിട്ട് 1.5 മണിക്കൂറായി. തീപിടുത്തം ഉണ്ടായിട്ട് 1.25 മണിക്കൂറോളായി. കോഴിക്കോട് നഗരം ഇപ്പോഴും കത്തുക. അതിനുള്ള പ്രധാന കാരണം നമ്മുടെ ബീച്ച് സ്റ്റേഷനിൽ 1-2 വണ്ടികളെ ഉണ്ടായിരുന്നുള്ളൂ. 6-7 വണ്ടികൾ ഉണ്ടായിരുന്ന ബീച്ചിലുള്ള സംവിധാനം നഗരത്തിൻ്റെ പുറത്തേക്ക് മാറ്റി. അന്ന് മുതലേ നമ്മൾ ആവശ്യപ്പെടുന്നുണ്ട് ആ സംവിധാനത്തിന് പകരം സംവിധാനം ഏർപ്പെടുത്തണം എന്നുള്ളത്. കോഴിക്കോട് നഗരത്തിനകത്ത് നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം. ഇതാ ഇപ്പോൾ ഗോഡൌണിന്റെ വലത്തെ അറ്റത്ത്, അതായത് റീറ്റെയിൽ മേഖലയിലേക്ക് കടക്കുന്ന ഭാഗത്താണ് ഇപ്പോൾ തീ ആളിക്കത്തിക്കൊണ്ടിരിക്കുന്നത്. നമ്മുടെ ക്യാമറാമാൻ ഷിജു ചവറ ദൃശ്യങ്ങളിൽ കാണുന്നുണ്ട്. കറുത്ത പുക ഉയർന്നു പൊങ്ങുകയാണ് മാനത്തേക്ക്. താഴെയാണെങ്കിൽ ഈ കെട്ടിടത്തിന്റെ അകത്ത് നിന്നും തീ ഇങ്ങനെ ആളിക്കത്തുകയാണ്. അതായത് വലിയ രീതിയിൽ തീ വീണ്ടും ആളിക്കത്തുന്നു. ഫയർ എഞ്ചിൻ ഏതാണ്ട് 15ലേറെ ഫയർ എഞ്ചിനുകൾ ഇതിനകം തന്നെ ശക്തമായ രീതിയിൽ അവരുടെ പ്രവർത്തനം കാഴ്ചവെച്ചു, വെള്ളം ചീറ്റിച്ചു. പക്ഷേ എന്നാൽ തീ ഇപ്പോഴും നിയന്ത്രണ വിധേയമാകുന്നില്ല എന്നുള്ളതാണ് നമ്മൾ കാണുന്നത്. കാരണം ഈ കെട്ടിടത്തിൻ്റെ അകത്ത് ഒരുപാട് ഈ തുണിത്തരങ്ങൾ ഉണ്ടാകും. സ്വാഭാവികമായും തീ ആളിക്കത്തി പടരാനുള്ള സാഹചര്യം കൂടുതലാണ്. പക്ഷേ ഗോഡൌൺ അടഞ്ഞു കിടന്നു എന്നതുകൊണ്ട് മാത്രം ആളപായങ്ങളോ മറ്റോ ഇതുവരെ ഒന്നും തന്നെ ഇല്ല എന്നുള്ളതാണ് ആശ്വാസകരമായ കാര്യം. ഗോപികൃഷ്ണൻ, ശരി, ഇത് ആശ്വാസകരമായ വാർത്തയാണ് ദീപക്. പക്ഷേ 1.25 മണിക്കൂർ കഴിഞ്ഞിട്ടും തീ അണയ്ക്കാൻ കഴിയാത്തത് എന്തുകൊണ്ട് എന്ന ചോദ്യമുണ്ട്. പലപ്പോഴും ഈ ഫയർ എഞ്ചിനുകൾ കൃത്യമായി എത്തിയിട്ടില്ല, ആ സംവിധാനങ്ങൾ ഉണർന്ന് പ്രവർത്തിച്ചിട്ടില്ല എന്ന വ്യാപാരികൾക്കുള്ള പരാതിയും അവിടെ നിലനിൽക്കുന്നുണ്ട്. 15 അഗ്നിരക്ഷാ സേനകളുടെ യൂണിറ്റുകൾ അവിടെ എത്തി ഇപ്പോൾ തീ അണയ്ക്കാൻ വേണ്ടിയുള്ള ശ്രമങ്ങൾ നടക്കുന്നു. പുതിയ ബസ് സ്റ്റാൻഡിനോട് ചേർന്നുള്ള പ്രദേശത്തെ തീപിടുത്തം അത് കൂടുതലിടങ്ങളിലേക്ക് വ്യാപിക്കുന്നത് ആശങ്കയുണ്ടാക്കുന്നുണ്ട്. ഒരുപക്ഷെ ടെക്സ്റ്റൈൽ ഷോപ്പിന് തീ പിടിച്ചതുകൊണ്ടാകാം പെട്ടെന്ന് തന്നെ തീ പടരാൻ ഇടവരുത്തിയത് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഏതായാലും പുതിയ ബസ് സ്റ്റാൻഡിനോട് ചേർന്നുള്ള പ്രദേശമാണ്. പുതിയ ബസ് സ്റ്റാൻഡിലെ ബസ്സുകൾ, സ്വകാര്യ ബസ്സുകൾ അവിടെ നിന്ന് മാറ്റിയിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ജനങ്ങളെ അവിടെ നിന്ന് മാറാനുള്ള നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ആളപായം ഒഴിവായിട്ടുണ്ട് എന്നത് മാത്രമാണ് നിലവിൽ ആശ്വാസകരമായിട്ടുള്ളത്. പക്ഷേ കറുത്ത പുക ഉയരുന്നത് നമുക്ക് കാണാം. ആളുകളെ നിയന്ത്രിക്കുന്നുണ്ട്. അവിടുത്തെ സെക്യൂരിറ്റികൾ ആളുകളെ ആ പ്രദേശത്ത് നിന്ന് മാറ്റാനുള്ള ശ്രമങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നു. അതിൻ്റെ ദൃശ്യങ്ങൾ നമുക്ക് കാണാൻ കഴിയും. സമീർ സി മുഹമ്മദും നമ്മളോടൊപ്പം ചേരുന്നുണ്ട്. സമീർ, നിലവിൽ പുതിയ വിവരങ്ങൾ എന്തൊക്കെയാണ് തരാനുള്ളത്? ജിക്ക് 5 മണിയോടുകൂടെ ആരംഭിച്ച ഈ തീ അണക്കാനുള്ള ശ്രമങ്ങൾ ഇപ്പോഴും തുടരുകയാണ്. തീ പൂർണ്ണമായും നിയന്ത്രണ വിധേയമായിട്ടില്ല. ആ കറുത്ത പുകകൾക്കിടയിലൂടെ വലിയ രീതിയിൽ ഇപ്പോഴും തീ ആളിക്കെത്തുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് കാണാനാവുന്നത്. മലബാർ ടെക്സ്റ്റൈൽസ് എന്നുള്ള സ്ഥാപനത്തിൻ്റെ ഗോഡൌണിലാണ് ആദ്യം തീപിടുത്തമുണ്ടായത്. തൊട്ട് താഴെയായി പ്രവർത്തിക്കുന്ന അവരുടെ സെയിൽസ് വിഭാഗത്തിലേക്ക് പിന്നീട് അത് വ്യാപിച്ചു. പിന്നീട് സമീപത്തുള്ള മുഴുവൻ കടകളിലേക്കും, ആ ബിൽഡിങ്ങിലെ ഏറെക്കുറെ മുഴുവൻ കടകളിലേക്കും അത് വ്യാപിച്ച ഒരു കാഴ്ചയാണ് നമുക്ക് കാണാനാവുന്നത്. 2ാമത്തെ നിലയിലും ഇപ്പോൾ കൂടി അത് വ്യാപിച്ചിട്ടുണ്ട്. ആ വേളയിലാണ് അതിൽ നിന്ന് ഏതാനും ഭാഗങ്ങൾ കത്തി താഴേക്ക് വീഴുകയും പിന്നീട് അവിടെ ഉണ്ടായിരുന്ന സ്കൂട്ടറുകൾ ഉൾപ്പെടെ കത്തി നശിക്കുന്ന ഒരു സാഹചര്യമുണ്ടായി. അവിടെ നിന്നുള്ള 2ാം നിലയിലും അതുപോലെ 3ാം നിലയിലുമുള്ള
ഗ്യാസ് സിലിണ്ടറുകൾ ഉൾപ്പെടെ അവിടുന്ന് മാറ്റാൻ കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ളതാണ് ഏറെ ആശ്വാസകരമായ ഒരു കാര്യം. അതുകൊണ്ട് തന്നെ വലിയ രീതിയിലുള്ള അത്യാഹിത സംഭവങ്ങളൊന്നും ഉണ്ടാകില്ല എന്നുള്ള ഒരു പ്രതീക്ഷയാണ് പോലീസും ഫയർഫോഴ്സും പങ്കുവെക്കുന്നത്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമുള്ളത് ഏറ്റവും താഴ്ഭാഗത്ത് അവിടെ ചായക്കടകൾ ഒക്കെ പ്രവർത്തിക്കുന്ന ഹോട്ടലുകളൊക്കെ പ്രവർത്തിക്കുന്ന ഭാഗമാണ്. അവിടെ കടകളൊക്കെ അടച്ചിട്ടുണ്ട്, അവിടെ നിന്നുള്ള ആളുകളെയും മാറ്റിയിട്ടുണ്ട്. പക്ഷേ അവിടെ ചെറിയൊരു ആശങ്ക നിലനിൽക്കുന്നത് അവിടെ അതിനകത്ത് ഒരു പക്ഷേ ഗ്യാസ് സിലിണ്ടറുകൾ ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട് എന്നും അതുകൊണ്ട് തന്നെ രക്ഷാപ്രവർത്തകരല്ലാത്ത ആരും തന്നെ ആ ഭാഗത്തേക്ക് പോകരുത്, മാധ്യമപ്രവർത്തകർ ഉൾപ്പെടെ ആരും തന്നെ ആ ഭാഗത്തേക്ക് പോകരുത് എന്നുള്ള ഒരു കർശന നിർദ്ദേശമാണ് പോലീസ് നൽകുന്നത്. ഏതായാലും ഇപ്പോൾ സമീപ ജില്ലകളിൽ നിന്നുൾപ്പെടെ പ്രധാനമായും മലപ്പുറം ജില്ലയിൽ നിന്നുൾപ്പെടെ ഫയർ എഞ്ചിനുകൾ ഇങ്ങോട്ട് പുറപ്പെട്ടിട്ടുണ്ട്. വൈകാതെ തന്നെ കൂടുതൽ ഫയർ എഞ്ചിനുകൾ എത്തും. വളരെ വേഗത്തിൽ തീയണക്കാൻ കഴിയും എന്നുള്ള ഒരു പ്രതീക്ഷയാണ് പോലീസും ഫയർഫോഴ്സും പങ്കുവെക്കുന്നത്. ജില്ലാ പോലീസ് മേധാവിയും അതുപോലെ തന്നെ കോഴിക്കോട് മേയർ അതുപോലെ MLA അഹമ്മദ് ദേവർകോവിൽ ഉൾപ്പെടെയുള്ള ആളുകളൊക്കെ തന്നെ ഇവിടെ എത്തിയിട്ടുണ്ട്. പ്രധാനപ്പെട്ട ആളുകളൊക്കെ ഇവിടെ എത്തിക്കൊണ്ട് കാര്യങ്ങളെല്ലാം തന്നെ ഈ സ്ഥിതിഗതികളെല്ലാം തന്നെ വിലയിരുത്തുന്നുണ്ട്. കരിപ്പൂർ വിമാനത്താവളത്തിൽ നിന്ന് അധികം ഫയർ യൂണിറ്റുകൾ കൂടി എത്താനുള്ള നിർദ്ദേശം കൂടി നൽകിയിട്ടുണ്ട്. അവ കൂടി എത്തുന്നതോടുകൂടെ നിയന്ത്രിക്കാൻ കഴിയും എന്നുള്ള ഒരു പ്രതീക്ഷയാണ് ഇവർ പങ്കുവെക്കുന്നത്. ഈ തീപിടുത്തമുണ്ടായ ബസ് സ്റ്റാൻഡിനകത്തെ ഈ ഷോപ്പിംഗ് കോംപ്ലക്സിനോട് ചേർന്ന് സമീപത്തെ മറ്റ് കോംപ്ലക്സ് കൂടിയുണ്ട്. അവിടങ്ങളിലേക്ക് തീ പടരാതിരിക്കാനുള്ള ശ്രമങ്ങൾ ഇപ്പോൾ വ്യാപിച്ചുകൊണ്ടിരിക്കുന്നു. ആ ഭാഗത്ത് പൂർണ്ണമായും വെള്ളം അടിച്ചുകൊണ്ട് വെള്ളം പമ്പ് ചെയ്തുകൊണ്ട് നിയന്ത്രിച്ചു കൊണ്ടിരിക്കുകയാണ്. അവിടങ്ങളിലേക്ക് വ്യാപിച്ചു കഴിഞ്ഞാൽ വലിയ രീതിയിൽ അതിൻ്റെ ചേർന്ന് കിടക്കുന്ന മറ്റ് ഭാഗങ്ങളിലേക്ക് കൂടി അത് വളരെ വേഗത്തിൽ എത്താനുള്ള സാധ്യതയുണ്ട്. അത്തരമൊരു സാഹചര്യം ഒഴിവാക്കുക എന്നുള്ള ലക്ഷ്യത്തോടു കൂടിയുള്ള പ്രവർത്തനങ്ങളാണ് ഇപ്പോൾ പുരോഗമിക്കുന്നത്. എന്തായാലും ഇപ്പോഴും ഈ GK സൂചിപ്പിച്ചതുപോലെ തന്നെ 1.25 മണിക്കൂറായിട്ടും കോഴിക്കോട് നഗര ഹൃദയത്തിൽ ഇത്ര വലിയ ഒരു തീപിടുത്തമുണ്ടായിട്ട് ഈ നിമിഷത്തിൽ പോലും അത് നിയന്ത്രിക്കാൻ കഴിഞ്ഞിട്ടില്ല, അത് പൂർണ്ണമായും അണയ്ക്കാൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ളത് ഏറെ ഖേദകരമാണ്. നമ്മുടെ സംവിധാനങ്ങളെ പഴിചാരേണ്ട ഒരു സാഹചര്യം കൂടിയുണ്ട്. പക്ഷേ ഈ നിമിഷത്തിൽ അതല്ല, അത് കെടുത്താനുള്ള ശ്രമങ്ങളെ പരമാവധി പ്രോത്സാഹിപ്പിക്കുക എന്നുള്ളത് തന്നെയാണ് നമ്മുടെ കൂടെ ഉത്തരവാദിത്തം. എന്നിരുന്നാലും അത് പറയാതിരിക്കാൻ കഴിയില്ല. ഏതാനും ദിവസങ്ങൾക്ക് മുമ്പാണ് കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ തീപിടുത്തമുണ്ടായത്. അതിൻ്റെ ഒരു വലിയ ആശങ്ക ആ ആശങ്ക കോഴിക്കോട്ടുകാർക്കെല്ലാം തന്നെ ഉണ്ട്. അതിനിടയിലാണ് ഇപ്പോൾ മറ്റൊരു സംഭവം കൂടി ഉണ്ടാവുന്നത്. വലിയ രീതിയിലുള്ള ഒരു തീപിടുത്തം ഉണ്ടാവുന്നു. ഇപ്പോഴും അത് എനിക്ക് തോന്നുന്നു സമീർ, അവിടുത്തെ വ്യാപാരികൾക്ക് ആ തരത്തിൽ ചില ആശങ്കകളും ചില പരാതികളും തന്നെ ഉണ്ടെന്ന് തോന്നുന്നു. കാരണം ബീച്ച് സ്റ്റേഷനിൽ ആവശ്യത്തിന് അഗ്നിരക്ഷാസേനകളുടെ യൂണിറ്റുകൾ ഉണ്ടായിരുന്നില്ല. നേരത്തെ ഉണ്ടായിരുന്ന യൂണിറ്റുകൾ നഗരത്തിൻ്റെ മറ്റ് ഇടങ്ങളിലേക്ക് മാറ്റിയിട്ടുണ്ട്. അതിൽ നേരത്തെ തന്നെ അവർ ആശങ്ക പ്രകടിപ്പിച്ചിരുന്നതാണ്. എന്നിട്ടും അതിൽ നടപടി ഉണ്ടായില്ല എന്നൊക്കെ വ്യാപാരി വ്യവസായി ഏകോപന സമിതിയുടെ സുനിൽ നേരത്തെ സംസാരിച്ചപ്പോൾ പറയുന്നത് കേട്ടു. ഇവിടെ 1.25 മണിക്കൂറായി തീപിടുത്തം തുടങ്ങിയിട്ട് എന്നിട്ടും സംവിധാനങ്ങൾ ഉണർന്ന് പ്രവർത്തിച്ചില്ല എന്നൊക്കെ വ്യാപാരികളിൽ ചിലർ പരാതിപ്പെടുന്നുണ്ട്.